കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അമേരിക്കയുടെ സർവൈലൻസ് ഡ്രോൺ ആയ MQ-4 ഗ്ലോബൽ ഹോക്ക് ഈ ഡ്രോൺ ബ്ലാക്ക് സീക്ക് മുകളിൽ പെട്ടെന്ന് കാണാതായി. ഇങ്ങനെ കാണാതായ ഡ്രോണിനെ റഷ്യ വെടിവെച്ച് വീഴ്ത്താനുള്ള സാധ്യത കൂടുതലാണെന്നും ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ ഡ്രോണിനെ അയച്ചത് ആ ഡ്രോണിലെ സെൻസേഴ്സ് ഉപയോഗിച്ച് റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ റേഡാർ സ്ഥാനങ്ങൾ എവിടെയെല്ലാമാണ് ഉള്ളത്, റഷ്യയുടെ മിസൈൽ ലോഞ്ച് സൈറ്റ് എവിടെയെല്ലാമാണ്, ഇങ്ങനെ എല്ലാ ചാര വിവരങ്ങളും ശേഖരിച്ച് അത് ഉക്രൈന് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രോണിനെ ഉപയോഗിച്ചത്. കൂടെ അമേരിക്കയുടെ 5th ജെൻ എയർക്രാഫ്റ്റ് ആയ F-35 ഈ ഒരു ജോലിയിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു. ഇതെല്ലാം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമാണ്. ഒരു 4 ദിവസങ്ങൾക്ക് മുൻപ് വീണ്ടും ഒരു സംഭവം ഉണ്ടായി. ഇതേ ബ്ലാക്ക് സീക്ക് മുകളിൽ വീണ്ടും F-35 വിമാനം ക്രീമിയയുടെ കടലിനോട് ചേർന്ന് വരുന്ന സമയത്ത് റഷ്യയുടെ വ്യോമസേനയിലുള്ള Su-34 വിമാനങ്ങളും Su-35 വിമാനങ്ങളും F-35നെ ഇന്റർസെപ്റ്റ് ചെയ്യാനായി പോയി. കൂടാതെ അമേരിക്കയുടെ RQ-4 ഗ്ലോബൽ ഹോക്ക് വിമാനം വീണ്ടും ക്രീമിയൻ കടലിന് മുകളിൽ പറന്നു. ഇതൊരു സാധാരണ കാര്യമായി തോന്നിയാലും ക്രീമിയയിൽ ലൊക്കേറ്റ് ആയിട്ടുള്ള S-400ന്റെ റേഡാസിൽ ടാർഗറ്റിൽ ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഈ വിമാനങ്ങൾ അത്രയും അടുത്തു വന്നതായി റഷ്യയുടെ സോഴ്സസിൽ നിന്നും ഒരു വിവരം പുറത്തു വന്നു. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. പൊതുവെ സർവൈലൻസിനായി കൂടുതലായും ഒരു നാട് ഉപയോഗിക്കുന്നത് അവരുടെ ചാര ഉപഗ്രഹമായിരിക്കും. എന്നാൽ ഈ ചാര ഉപഗ്രഹങ്ങളുടെ ജോലി എന്നത് എല്ലാ സമയവും ഒരുപോലെ ആയിരിക്കില്ല. ഇപ്പൊ ഒരുപാട് നാടുകൾ ചെയ്യുന്നത് ഈ സാറ്റലൈറ്റ് വഴി കിട്ടുന്ന വിവരങ്ങൾ ഒരു പിക്ചറൈസ്ഡ് വിഷ്വലായി മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. എന്നാൽ ആ സ്ഥലത്ത് സത്യത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് അറിയണമെങ്കിലോ അത് എമിറ്റ് ചെയ്യുന്ന റേഡാർ സിഗ്നേച്ചേഴ്സ് അറിയണമെന്നുണ്ടെങ്കിലോ നമ്മൾ ഒരു ചാര ഡ്രോണിനെയോ ചാര വിമാനത്തെയോ അകത്തേക്ക് അയക്കണം. അങ്ങനെ അയക്കുന്ന വിമാനങ്ങളിലുള്ള സെൻസേഴ്സ് വഴി മാത്രമേ അവിടെയുള്ള സിഗ്നൽസിനെ റിസീവ് ചെയ്ത് പ്രോസസ് ചെയ്തതിനു ശേഷം സത്യത്തിൽ ആ സ്ഥലത്ത് അങ്ങനെ ഒരു ടാർഗറ്റ് ഉണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡീകോയ് സിസ്റ്റം ഉണ്ടോ എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കും. അതിനുവേണ്ടിയാണ് അമേരിക്ക ഉക്രൈനെ സഹായിക്കുന്നു എന്ന പേരിൽ ഒരുപാട് ചാര ഡ്രോണുകളെയും വിമാനത്തെയും അകത്തേക്ക് വിടുന്നത്. ഇത് പുറമെ നോക്കുമ്പോൾ അമേരിക്ക ഉക്രൈന് എല്ലാ സഹായവും ചെയ്യുന്നത് പോലെ തോന്നിയാലും ഇതിൽ അമേരിക്കയ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ റഷ്യയുടെ റേഡാർ സിസ്റ്റം S-400, S-300 വീണ്ടും ഒരുപാട് എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാം ക്രീമിയയുടെ കോസ്റ്റൽ ലൈൻസിലുണ്ട്. മാത്രമല്ല റഷ്യയുടെ ഭാഗങ്ങളിലുമുണ്ട്. സമീപകാലത്ത് നടന്ന ആക്രമണങ്ങൾ നോക്കിയാൽ ഡോൺബോസ് റീജിയനിൽ ക്രീമിയയിലെ ബ്ലാക്ക് സീ ഫ്ലീറ്റിൽ കൂടാതെ ക്രീമിയയിലുള്ള എയർബേസ് നടത്തിയ ആക്രമണം ഇങ്ങനെ എല്ലാത്തിലും S-400ന്റെ ലോഞ്ചേഴ്സ് നശിപ്പിച്ചു. ഇങ്ങനെയുള്ള വിവരങ്ങൾ സാറ്റലൈറ്റിന്റെ സഹായത്തോടു കൂടി മാത്രം അമേരിക്കയ്ക്ക് ഉക്രൈൻ നൽകാൻ സാധിക്കില്ല. അതിനാൽ ഒരുപാട് ചാര ഡ്രോൺസിനെ അമേരിക്ക അകത്തേക്ക് അയച്ചു. അതും റഷ്യ ഇന്റർസെപ്റ്റ് ചെയ്തു. ഒരുപാട് സമയങ്ങൾ തിരികെ ഓടിച്ചു. ഇവയെല്ലാം ഒരുമിച്ച് വെച്ച് നോക്കിയാൽ ഈ വിവരങ്ങളെല്ലാം ഉക്രൈന്റെ പേരിൽ അമേരിക്കയ്ക്ക് കിട്ടുകയാണ്. ഇപ്പോൾ അമേരിക്ക ഇതെല്ലാം വാല്യൂ ആഡഡ് ഇൻഫോർമേഷൻസ് ആയി കാണാൻ തുടങ്ങിയിട്ടുണ്ട്. സത്യത്തിൽ നാളെ ഒരു പ്രശ്നം അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇടയിൽ വന്നാൽ ഈ ഉക്രൈൻ യുദ്ധത്തിൽ അവരെടുക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് അതിന്റെ പെർഫോമൻസ് എല്ലാം അവർക്ക് ഭാവിയിൽ പ്രയോജനകരമാകും. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനാൽ അമേരിക്ക വീണ്ടും പുതിയ തന്ത്രങ്ങൾ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. S-400ന്റെ റേഞ്ച് എന്നത് 600 കിലോമീറ്റർ വരെയും അതിന്റെ ടാർഗറ്റിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. 600 കിലോമീറ്റർ ദൂരത്തിൽ ഒരു വിമാനം വരുന്നുവെന്നുണ്ടെങ്കിൽ റേഡാറിൽ വിമാനം വരുന്നുവെന്ന് അറിയാൻ സാധിക്കും. അതുപോലെ ഒരു 5ാം തലമുറ യുദ്ധവിമാനത്തെ ടാർഗറ്റ് ലോക്ക് ചെയ്യുന്ന രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ റേഡാർ സിഗ്നേച്ചേഴ്സിനെ വീണ്ടും ക്യാപ്ചർ ചെയ്യുന്നത് പോലെ ആ വിമാനം എത്രത്തോളം അകത്തേക്ക് വരുന്നുവോ അതനുസരിച്ച് മാത്രമേ S-400ന് ടാർഗറ്റ് ലോക്ക് ചെയ്യാൻ സാധിക്കൂ. ഇത് പരിശോധിക്കാൻ അമേരിക്ക ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയത് 2 F-35 വിമാനങ്ങളെ റഷ്യയുടെ ക്രീമിയൻ എയർ സ്പേസിന് അടുത്തേക്ക് പറപ്പിച്ചു. ഇത് മുൻപ് വന്നതുപോലെ വളരെ അടുത്തേക്കാണ് വന്നത്. S-400 ആ എയർബേസിൽ നിർത്തിവെച്ചിരിക്കുന്നുവെന്ന വിവരം കിട്ടിയ ഉടനെ S-400നെ നിർത്തിവെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നും 600 കിലോമീറ്റർ കൂടുതലുള്ള ദൂരം വരെയും F-35 അകത്തേക്ക് പോകാൻ ശ്രമിച്ചു. ഇങ്ങനെ ശ്രമിച്ചതും അകത്തേക്ക് ഫോറിൻ വിമാനം വരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയ റേഡാർ ക്രൂ മെമ്പേഴ്സ് അലേർട്ട് ആവുകയും അലാം മുഴങ്ങി. പെട്ടെന്ന് തന്നെ ആ ഒരു എയർബേസിലുള്ള റഷ്യയുടെ 2 Su-34 വിമാനങ്ങൾ, 2 Su-35 വിമാനങ്ങൾ, മൊത്തം 4 വിമാനങ്ങൾ ആ സ്ഥലത്തെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ പോയി. ഇതിനുശേഷമാണ് ആ റേഡാർ സിഗ്നേച്ചറിൽ ഒരു കാര്യം മനസ്സിലായി. ഈ വിമാനങ്ങളുടെ കൂടെ മറ്റൊരു ഡ്രോണും വന്നിട്ടുണ്ട്. ഈ സമയം റഷ്യ ഒരു കാര്യം കൺഫേം ചെയ്തു, തീർച്ചയായും ഇത് RQ-4 ഗ്ലോബൽ ഹോക്ക് സർവൈലൻസ് ഡ്രോൺ തന്നെ ആയിരിക്കണമെന്ന്.
റഷ്യയുടെ വിമാനങ്ങൾ വരുന്നുവെന്ന് മനസ്സിലാക്കിയ ഈ ചാര വിമാനങ്ങൾ ഉടൻ തന്നെ ആ സ്ഥലം വിട്ട് തിരികെ യൂട്ടേൺ അടിച്ചുപോയി. ഈ ഡ്രോണും അതിന്റെ മിഷൻ പകുതിയിൽ വെച്ച് അവസാനിപ്പിച്ചിട്ട് തിരികെ പോകുന്നു. ഇത് റഷ്യ മുഴുവനും വലിയൊരു വാർത്തയായി പടർന്നു. റഷ്യ മാത്രമല്ല, റഷ്യ നൽകിയ ഇൻഫോർമേഷൻസ് മുഴുവൻ ലോകത്തിന്റെയും ശ്രദ്ധ റഷ്യയിലേക്ക് തിരിപ്പിച്ചു. ഈ ഒരു സംഭവം നടന്നതിന് ശേഷം റഷ്യ പറഞ്ഞൊരു കാര്യം, F-35 ഞങ്ങൾ ഞങ്ങളുടെ S-400 റേഡാറിൽ ലൊക്കേറ്റ് ചെയ്തു. ഞങ്ങളെ കൊണ്ട് ആ വിമാനങ്ങളെ ഞങ്ങളുടെ കടൽക്കരയിൽ, അതായത് 600 കിലോമീറ്റർ കഴിഞ്ഞ് അകത്തേക്ക് വരുന്നതിന് മുൻപ് തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചു. 600 കിലോമീറ്റർ മുതൽ ഞങ്ങൾ ആ വിമാനങ്ങളെ ട്രാക്ക് ചെയ്തു. S-400 സിസ്റ്റംസിനെ ഞങ്ങൾ വീണ്ടും അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ അടുത്ത വേർഷൻ വരുമ്പോൾ S-500, S-550 ഇങ്ങനെ അപ്ഗ്രേഡഡ് വേർഷൻസ് വരുമ്പോൾ തീർച്ചയായും ഞങ്ങളെ കൊണ്ട് F-35 20 കിലോമീറ്റർ എന്ന ബാരിയറിൽ വരുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ അതിലും കൂടുതൽ ദൂരത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ വിമാനങ്ങളെ ഞങ്ങൾക്ക് ടാർഗറ്റ് ലോക്ക് ചെയ്യാൻ സാധിക്കും. ഇത് ഞങ്ങൾക്ക് വലിയൊരു വിജയമായി മാറിയെന്ന് ഒരു വലിയ വാർത്ത കൊടുത്തു. ഇപ്പോൾ അമേരിക്കയുടെ ഭാഗം എന്താണ്? അവർ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ എന്ന് നോക്കിയാൽ ഇങ്ങനൊരു സംഭവം നടന്നതുപോലെ അവർ കാണിച്ചില്ല. എന്നാൽ ഫ്ലൈറ്റ് റേഡാർ മറ്റൊരുപാട് സൈറ്റ്സ് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി. മൊത്തത്തിൽ 3 ഏരിയൽ ടാർഗറ്റ്സ് ക്രീമിയയുടെ കടൽ ഭാഗത്തെ നോക്കി വന്നു. വീണ്ടും അല്പസമയത്തിൽ യൂട്ടേൺ അടിച്ച് തിരികെ പോയി എന്നുള്ളത് വ്യക്തമായി മനസ്സിലായി. ഈ വിമാനങ്ങൾ ഏത് ബേസിൽ നിന്ന് വന്നുവെന്ന് ഇതുവരെയും ഒഫീഷ്യലായി റഷ്യ ഒരു വിവരം നൽകിയിട്ടില്ല. എന്നാൽ ഇന്റർസെപ്ഷന്റെ ഒരു ശ്രമം മാത്രം റഷ്യ ചെയ്തിട്ടുണ്ട്. ഈ ക്രീമിയൻ കടലിനെ സംബന്ധിച്ച് വീണ്ടും ഭീഷണി അധികമായിട്ടുണ്ട്. S-400 ലക്ഷ്യമിടുന്നത് ഉക്രൈൻ എത്രത്തോളം പ്രധാനപ്പെട്ട കാര്യമെന്ന് ചോദിച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ F-16 വരവിന് മുൻപ് S-400 ഇവർക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ കുഴപ്പിക്കാനോ നശിപ്പിക്കാനോ കഴിഞ്ഞാൽ മാത്രമേ റഷ്യൻ ടെറിട്ടറിക്കുള്ളിൽ ഒരു ആക്രമണം നടത്താനോ റഷ്യയുടെ വിമാനങ്ങളെ F-16 ഉപയോഗിച്ച് ആക്രമിക്കാനോ അവരെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കാനെങ്കിലും അവരെ കൊണ്ട് കഴിയുകയുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ റഷ്യയുടെ S-400 എല്ലാ F-16 വേട്ടയാടി നശിപ്പിക്കും. ഇപ്പോൾ ഇതിന് മുൻപ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാൻ പോസിബിലിറ്റീസ് ഉണ്ടായിരുന്ന സ്ഥലം സിറിയ ആയിരുന്നു. കാരണം സിറിയയിൽ F-35 ഉണ്ട്, റഷ്യയുടെ S-400 ഉണ്ട്. ആ സ്ഥലത്തെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനൊരു പ്രധാനപ്പെട്ട സംഭവം ക്രീമിയയിൽ വെച്ച് നടന്നു. എന്നാൽ അതിലും F-35 റഷ്യയുടെ റേഡാർസ് ക്യാപ്ചർ ചെയ്തു. ഇതിന്റെ അടുത്ത ഘട്ട അപ്ഡേറ്റ്സ് വരുമ്പോൾ വരും വീഡിയോസിലൂടെ നമുക്ക് അതിനെക്കുറിച്ച് അറിയാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.